നമസ്കാരം, QCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കി പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള മണൽ മദ്യമാഫിയകളുടെ ശ്രമം തിരിച്ചറിയണമെന്ന് സമാധാന കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം. പോലീസ് ജാഗ്രത ശക്തമാക്കുന്നു. MG റോഡിലെ കോൺക്രീറ്റ് പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. പ്രവൃത്തി 1 മാസത്തിനകം പൂർത്തിയാക്കും. കോലാച്ചിയടുക്കം കന്നിക്കുണ്ട് റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ആവശ്യവുമായി പരിസരവാസികൾ. പഞ്ചായത്ത് ഭരണം നിഷ്ക്രിയമെന്ന് ആക്ഷേപം. CPM മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ അടിക്കടി ഉണ്ടാവുന്ന സംഘർഷത്തിന് പിന്നിൽ മണൽ മദ്യമാഫിയകളുടെ ശ്രമങ്ങളാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും സമാധാന കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുണ്ടായി. പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് മണൽ മാഫിയകൾ സംഘർഷത്തിന് വഴിയൊരുക്കുന്നതെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി. പോലീസിന്റെ ശക്തമായ ഇടപെടൽ മൂലവും അധികൃതർ സ്വീകരിച്ച കർശന നിലപാട് മൂലവും രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ടുമാണ് ജില്ലയിൽ സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാൻ കഴിഞ്ഞതെന്ന് ജില്ലാ സമാധാന കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടു. ജില്ലയിൽ പോലീസ് അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. സ്ഥിരം കുറ്റവാളികളെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതും സാമൂഹ്യദ്രോഹികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തതും ജില്ലയ്ക്ക് ഗുണമായി. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സമാധാന യോഗങ്ങൾ ചേർന്ന് ചെറിയ പ്രശ്നങ്ങൾ അവിടെ വെച്ച് തന്നെ പരിഹരിക്കണം. കൂടാതെ വാറ്റുചാരായം, അനധികൃത മദ്യവിൽപ്പന തടയൽ, പഞ്ചായത്ത് തല ജനകീയ സമിതികൾ ചേരൽ, പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടൽ, മണൽ മാഫിയകൾ നടത്തുന്ന ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം. ജില്ലയിൽ പലയിടത്തും മയക്കുമരുന്ന് വിൽപ്പന നടന്നുവരുന്നതായി വിവരം ലഭിച്ചതായും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും കുട്ടികളും മയക്കുമരുന്നിന്റെ കെണിയിൽപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ജനകീയ പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ജനകീയ പോലീസ് ഇടപെടൽ മൂലം നാട്ടിലെ പ്രശ്നങ്ങളും സമാധാനപരമായി പരിഹരിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ബസ് വെയിറ്റിംഗ് ഷെഡുകൾക്ക് ഏതെങ്കിലും പാർട്ടിയോ സംഘടനകളോ ചായമടിക്കാൻ പാടില്ല. അടുത്തുവരുന്ന നവരാത്രി, പെരുന്നാൾ ഉത്സവം സമാധാനപരമായി ആഘോഷിക്കാൻ എല്ലാ വിഭാഗക്കാരും സഹകരിക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. K. കുഞ്ഞിരാമൻ MLA, സബ് കളക്ടർ K. ജീവൻ ബാബു, DYSP KP ഹരിശ്ചന്ദ്ര നായക്, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ TV ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. MG റോഡിലെ കോൺക്രീറ്റ് പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. 1 മാസത്തിനകം റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് അധികൃതർ അറിയിച്ചത്. മഴക്കാലമാകുമ്പോൾ കുണ്ടും കുഴിയുമാവുന്ന റോഡ് വർഷങ്ങളായി യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറായത്. 10 ദിവസം മുമ്പ് മാത്രം തുടങ്ങിയ റോഡ് പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും വലതുവശത്തൂടെയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. ഇടതുഭാഗത്തെ പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ വലതുവശത്ത് പ്രവൃത്തി തുടങ്ങും. എന്തായാലും 1 മാസത്തിനകം പണി പൂർത്തിയാകുമെന്നതിന്റെ ആഹ്ലാദത്തിലാണ് ജനങ്ങളും യാത്രക്കാരും. ചെറുക്കള കോലാച്ചിയടുക്കം കന്നിക്കുണ്ട് റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ആവശ്യവുമായി പരിസരവാസികൾ അധികൃതരുടെ വാതിൽ മുട്ടുന്നു. റോഡ് കയ്യേറ്റം സംബന്ധിച്ച് കോലാച്ചിയടുക്കം നിവാസികൾ റവന്യൂ അധികാരികൾക്ക് പരാതി നൽകി. ഇതേ തുടർന്ന് കാസർഗോഡ് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ കാസർഗോഡ് തഹസിൽദാർ, കാസർഗോഡ് സർവേയർ, പാടി വില്ലേജ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡ് കയ്യേറ്റ സ്ഥലം അളന്ന് LA നമ്പറുകളുടെ ബുക്ക് ചെയ്യുകയും കയ്യേറ്റക്കാർക്ക് 25,000, 50,000 വരെ രൂപ പിഴ അടയ്ക്കുകയും ചെയ്തു. ഓരോ LA നമ്പറുകളും 5ഉം 6ഉം സെന്റ് സ്ഥലം ഓരോ കയ്യേറ്റക്കാരും കൈവശപ്പെടുത്തുകയും അതിൽ ചിലത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. 3 പേർ RD ഓഫീസിൽ അപ്പീൽ ചെയ്യുകയും ബാക്കി 2 പേർ അപ്പീൽ നൽകുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. ഈ റോഡിന് സർവേയർ 10 മീറ്റർ വീതി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡിന്റെ ഇരുവശവും 9 മീറ്റർ വരെ നിലവിലുണ്ട്. റോഡ് കയ്യേറ്റക്കാരുടെ സ്ഥലത്ത് റോഡിന്റെ വീതി 2ഉം 2.5ഉം വീതി മാത്രമേ നിലവിലുള്ളൂ. ഇപ്പോൾ ഈ റോഡിന് യാതൊരു ഫണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഓരോ വീട്ടുകാർക്കും 50,000, 25,000 ഫൈൻ വീതം നൽകിയിട്ടുണ്ട്. ഇതുവരെ അതിനെതിരായി പൊളിക്കാനോ അല്ലെങ്കിൽ പൊളിപ്പിച്ചു മാറ്റാനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വരുന്ന് പോന്ന് ഈ വിധമല്ലാതെ, അതല്ലെങ്കിൽ നാളെ അവരെ വിളിക്കുന്നുണ്ട്, അല്ല മറ്റന്നാൾ ഇവരെ വിളിക്കുന്നുണ്ട്, ഇന്ന് ഇങ്ങനെ കഥ പറയുന്നല്ലാതെ യാതൊരു നടപടിക്കും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതിൽ ഈ കൊടുത്ത 5-6 പേർക്ക് കയ്യേറ്റക്കാരിൽ 3 പേര് അപ്പീൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേർക്കെതിരെ 2 പേര് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതിൽ 2 പേര് ഇപ്പോൾ പൊളിച്ചു മാറ്റാതെ നിലവിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പീലോ അല്ല കോടതിയിലോ ഇതുവരെ എവിടെയും പോയിട്ടില്ല. അധികാരികൾ ഇതിന് പൊളിച്ചു മാറ്റാൻ തയ്യാറായിട്ടില്ല. ഈ റോഡ് കോലാച്ചിയടുക്കം റിഫായ മസ്ജിദ് മുതൽ കന്നിക്കുണ്ടിലേക്കും കെട്ടുങ്കല്ലിലേക്കും ചേർന്ന് പോകുന്ന ഭാഗമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കോ മറ്റ് പൊതുജനങ്ങൾക്കോ യാത്ര ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നതായും നാട്ടുകാർ സൂചിപ്പിച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. പഞ്ചായത്ത് പരിധിയിലുള്ള മഞ്ചേശ്വരം, ഹൊസങ്കടി, കുഞ്ചത്തൂർ എന്നീ സ്ഥലങ്ങളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ഗ്രാമസഭയിൽ നിന്നും തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുക, മഞ്ചേശ്വരം ഗവൺമെൻറ് ആശുപത്രിയിൽ 24 മണിക്കൂറും ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക, തറക്കല്ലിട്ടതിനു ശേഷം തിരിഞ്ഞു നോക്കാത്ത മഞ്ചേശ്വരം ഹാർബറിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ വിവിധയിനം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിനു ശേഷം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. CPM മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി KR ജയാനന്ദ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ಜನಕ್ಕಳಿಗೆ ಬರ್ತಿರಂಜಿನ ಒಂಜಿ ಪದ್ಧತಿನ ಆವಿಷ್ಕಾರ ಮಾಡ್ತಿರಂಜಿನ ಮನಸ್ಸಿಜ್ಜಾಂದ್ರಂಜಿನ ಪಂಚಾಯತ್ ಅದು ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ಮಾರ್ಪಾಡಾಯನ ಜನ ಚಿತ್ರಣವಾದುಂಡು ರಾಮೇಶ್ ಶೆಟ್ಟರ್ಲಕ್ಕೆ ಎದುರಾಗಲಿ ಆಡಳಿತ ಮಂತ್ರಿರಂಜಿನ ಪಂಚಾಯತ್ ಆದುಂಡು ನ್ಯಾಯಲ ನೀತಿಲ ಧರ್ಮಗಿತರಂಜಿನ ಪಂಚಾಯತ್ ಆದಿತ್ರಂಜಿ ಕಾಲಡು ಈತೆ ನ್ಯಾಯಲಜಿ ನೀತಿಲಜಿ ಧರ್ಮಲಿಜಾಂದ್ರಂಜಿನ ಪಂಚಾಯತ್ ಅದು ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ മാർപ്പാടായന ജന ചിത്രണവാതുಂಡು. ചന്തപ്പ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ദാമോദരൻ മാർല, മുഹമ്മദ് കുഞ്ചത്തൂർ, പ്രശാന്ത് കനില എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നഗരസഭ മുൻ കൗൺസിലറും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സെഞ്ചുറി പാർക്ക് മാനേജിംഗ് പാർട്ണറുമായ തളങ്കര പള്ളിക്കാലിലെ KM അബ്ദുൽ ഖാദർ അന്തരിച്ചു. അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. കാസർഗോഡ് നഗരത്തിലെ പഴയകാല വ്യാപാരിയായിരുന്ന KM അബ്ദുൽ ഖാദർ കുറച്ചുകാലമായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പരേതയായ ഖദീജയാണ് ഭാര്യ. ഹാജിറ, KM മനീഫ്, റസിയ, നജ്മുനിസ, ആബിദ, ഹസീന തുടങ്ങിയവർ മക്കളാണ്. മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ടോടെ തളങ്കര മാലിക് ദിനാർ വലിയ ജുമാ മസ്ജിദ് അങ്കണത്തിൽ കബറടക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വിലക്കയറ്റം തടയുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, വനിതാ സംവരണ ബിൽ പാസാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ധർണ ഉദ്ഘാടനം ചെയ്തു. LA രാജമ്മാൾ അധ്യക്ഷത വഹിച്ചു. KP ശാന്തകുമാരി, KCS നായർ, P കുഞ്ഞമ്പ് നായർ, V കൃഷ്ണൻ, PC പ്രസന്ന, D രാമകൃഷ്ണ ഭട്ട്, സരസ്വതി അമ്മ, ഷെരീഫ തുടങ്ങിയവർ സംസാരിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് നയിക്കുന്ന സംസ്ഥാന ജാഥയുടെ വിജയത്തിനായി കാസർഗോഡ് സംഘാടക സമിതി രൂപീകരിച്ചു. അടുത്ത മാസം 6 മുതൽ 27 വരെയാണ് ജാഥ സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത്. ലഹരി വിമുക്ത, അക്രമരഹിത, മതേതര പ്രചാരണവുമായാണ് KSU സംസ്ഥാന പ്രസിഡന്റ് VC ജോയിയുടെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്നത്. ഒക്ടോബർ 6-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ 27-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ജാഥയുടെ വിജയത്തിനായി DCC ഓഫീസിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ കേരളം, ഇവിടുത്തെ സാമൂഹിക മാറ്റങ്ങൾ, സാംസ്കാരിക മാറ്റങ്ങൾ, അതിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം അന്നത്തെ KSU പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു എന്നറിയാവുന്നവർക്ക് വർത്തമാന കാലഘട്ടത്തിലും ഇന്നിപ്പോ KPCC ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്താ? രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതിന്റെ വലിയൊരു സന്ദേശമാണ് PM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയിലെ കേന്ദ്ര മുദ്രാവാക്യം. KSU ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് VS ജോയി, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അഡ്വക്കേറ്റ് AM രോഹിത്, അഡ്വക്കേറ്റ് MC ജോസ്, PK ഫൈസൽ, സാജിദ് മൗവൽ, KR കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കുറവിന്റെ ആശ്വാസം പകർന്നു നൽകുവാൻ മൊബൈൽ മാവേലി സ്റ്റോർ ഇനി മുതൽ തുമിനാട്ടിലും. മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന മൊബൈൽ മാവേലി സ്റ്റോർ തുമിനാട്ടിലും എത്തിച്ചത്. മൊബൈൽ മാവേലി സ്റ്റോർ നാട്ടിലെത്തിയതോടെ തൂമിനാട്ടിലുള്ളവർ ഇപ്പോൾ നിറഞ്ഞ സന്തോഷത്തിലാണ്. സപ്ലൈകോയുടെ മറ്റു സ്റ്റോറുകളും റേഷൻ കടയും തുമിനാട്ടുകാർക്ക് അന്യമായിരുന്നു. പുതിയ മൊബൈൽ മാവേലി സ്റ്റോർ തൂമിനാടിനും കൂടി സ്വന്തമായതോടെ ഈ പരാതി കൂടിയാണ് പരിഹരിക്കപ്പെട്ടത്. നിരവധി പട്ടികജാതി പട്ടികവർഗ കോളനികളാണ് തൂമിനാട്ടിലുള്ളത്. അല്പം വിലക്കുറവിന് വേണ്ടി കോളനിവാസികൾ കിലോമീറ്ററുകളോളം താണ്ടിയാണ് ഉദ്യാവരയിലേക്കും മഞ്ചേശ്വരത്തും പോയി സാധനങ്ങൾ വാങ്ങിയിരുന്നത്.
അവശ്യ സാധനങ്ങൾക്ക് ദിവസേന വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ തൂമിനാട്ടിൽ കൂടി മൊബൈൽ മാവേലി സ്റ്റോറിൻ്റെ സേവനമൊരുക്കിയത് സാധാരണക്കാരോടൊപ്പം കോളനി നിവാസികൾക്കും ഏറെ അനുഗ്രഹമായി. വെള്ളിയാഴ്ച രാവിലെ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ മൊബൈൽ മാവേലി സ്റ്റോറിൻ്റെ ഉദ്ഘാടനം മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് മുഷ്റത്ത് ജഹാൻ നിർവഹിച്ചു. ആദ്യ വിൽപ്പനയും പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തി. തൂമിനാട്ടിലെ BSNL എക്സ്ചേഞ്ചിന് മുന്നിൽ ആരംഭിച്ച മൊബൈൽ മാവേലി സ്റ്റോർ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 11 മണി മുതൽ 5 മണി വരെയായിരിക്കും പ്രവർത്തനം നടത്തുക. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുടുംബശ്രീ പ്രവർത്തകർ ചന്ദനത്തിരി യൂണിറ്റ് തുടങ്ങി. കുടുംബശ്രീ കാഞ്ഞങ്ങാട് CDS സെക്കൻഡ് കുശാൽ നഗറിലാണ് ചന്ദനത്തിരി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS 2 കുശാൽ നഗറിൽ പ്രവർത്തനം തുടങ്ങിയ കൃഷ്ണ തുളസി ചന്ദനത്തിരി യൂണിറ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പൊതുവെ നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭയിൽ വളരെയധികം കുറഞ്ഞൊരവസ്ഥയാണുള്ളത്. പക്ഷെ അതിൻ്റെ നേരത്തെ ഒരു മാറ്റമായിക്കൊണ്ട് കഴിഞ്ഞ നഗരസഭ ഭരണ സമിതിയുടെ കാലത്ത് നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുകയും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രവർത്തനം വീണ്ടും കുറഞ്ഞു വന്ന് ഇപ്പോൾ വീണ്ടും ഒരു ഉഷാറാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ തുടങ്ങിയ ഈ സംരംഭം. ഒരുപാട് SDSRY പദ്ധതി പ്രകാരം ഒരുപാട് സംരംഭങ്ങൾക്കൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് യൂണിറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വ്യക്തിഗതമായിട്ടുള്ള സംരംഭങ്ങളും തുടങ്ങാനുള്ള അപേക്ഷകളും അതുപോലെ ബാങ്കുകളൊക്കെ അപേക്ഷ നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന അഡ്വക്കേറ്റ് N. A. ഖാലിദ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ K. ബേബി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. കുഞ്ഞികൃഷ്ണൻ, അബ്ദുൾ മജീദ് ചെമ്പരിക്ക, അരുൺ, CDS ചെയർപേഴ്സൺ PV ഓമന, മെമ്പർ സെക്രട്ടറി മധു തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ പവിത്ര സ്വാഗതവും മീനാക്ഷി നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത്. സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിലെ ITI അറബി കോളേജ് കമ്പ്യൂട്ടർ സെന്റർ വിദ്യാർത്ഥികൾക്കായി റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം യത്തീംഖാന പ്രസിഡന്റ് A. ഹമീദ് ഹാജി നിർവഹിച്ചു. പുറത്തിങ്ങനെ ആളുകളുണ്ടെന്നോ ഇങ്ങനെ ആവശ്യമില്ലാത്തത് മനസ്സിലാക്കാതെ ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. ഇപ്പോ ഇന്നത്തെ പത്രത്തിൽ വായിച്ചാൽ ഉൾപ്പെടെ 2 വയസ്സായ കുട്ടി ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ആണ്. അത് വാസ്തവത്തിൽ രക്ഷകർത്താക്കളുടെ ശബ്ദക്കുറവുണ്ടോ അതിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുള്ളത്. ഇലക്ട്രിക് ട്രെയിനിന്റെ വരവോടുകൂടി റെയിൽവേ വഴിയുള്ള സഞ്ചാരം അപകടകരമാണെന്നും ഇക്കാര്യത്തിൽ യാത്രക്കാർ നിതാന്ത ജാഗ്രത പാലിക്കണമെന്നും സേഫ്റ്റി കൗൺസിലർ പ്രദീപ് കുമാർ പറഞ്ഞു. ചടങ്ങിൽ സേഫ്റ്റി കൗൺസിലർ ജോൺസൺ, ട്രാഫിക് ഇൻസ്പെക്ടർ വത്സൻ, T. ഹംസ മാസ്റ്റർ, ബെസ്റ്റോ മുഹമ്മദ് ഹാജി, PH അബ്ദുൽ ഖാദർ ഹാജി, പാറക്കാട് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. CH ഇബ്രാഹിം മാസ്റ്റർ അധ്യക്ഷനായി. അറബിക് കോളേജ് പ്രിൻസിപ്പൽ സുഹൈൽ സ്വാഗതവും ITI പ്രിൻസിപ്പൽ VK സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 8.25 പവൻ സ്വർണവും 6000 രൂപയും കവർന്നു. കുഡ്ലൂർ രാംദാസ് നഗറിലെ ആനന്ദകാമത്തിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ആനന്ദകാമത്തും ഭാര്യയും വീട് പൂട്ടി കഴിഞ്ഞ 8-ന് ബാംഗ്ലൂരിലേക്ക് പോയതായിരുന്നു. പോലീസിൽ പരാതിപ്പെട്ടു. റഹ്മാനിയ നഗർ യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുള്ള ആജി ഉദ്ഘാടനം ചെയ്തു. 150ഓളം രോഗികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മായിപ്പാടി രാജകുടുംബാംഗവും HCL ടെക്നോളജി ലിമിറ്റഡ് റീജിയണൽ മേധാവിയുമായ രാഘവേന്ദ്ര പ്രസാദിന് മൂല്യവർദ്ധിത സേവനത്തിനുള്ള അവാർഡ് സമ്മാനിച്ചു. ടോക്കിയോയിൽ വെച്ചായിരുന്നു അവാർഡ് സമ്മാനിച്ചത്. തുടർച്ചയായി 5ാം തവണയാണ് അവാർഡ് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ വൃന്ദ പ്രസാദിന് സ്റ്റാർ പെർഫോമർ അവാർഡും ലഭിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന യോഗം 27-ന് നടക്കും. വൈകിട്ട് 4 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവ എഞ്ചിനീയർ മരിച്ചു. നട്ടണികെ ദേവരഗഡ്ഡുവിലെ രമേശ് റായിയുടെ മകൻ സതീഷ് റായിയാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മധൂർ മന്നിപ്പാടി ഗണേഷ് നഗറിലെ ലക്ഷ്മിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. കഴിഞ്ഞ 22-നായിരുന്നു ലക്ഷ്മിക്ക് പൊള്ളലേറ്റത്. സ്വദേശി കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള സയൻസ് ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പന്തൽ കാൽനാട്ട് കർമ്മം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഒക്ടോബർ 16 മുതൽ 19 വരെയുള്ള തീയതികളിലാണ് കേരള സയൻസ് ഫെസ്റ്റിവൽ സ്വാശ്രയ ഭാരത് 2014 സംഘടിപ്പിക്കുന്നത്.
CPCRIയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും നേതൃത്വത്തിലാണ് എക്സിബിഷൻ നടക്കുന്നത്. പടന്നക്കാട് കാർഷിക കോളേജ് മൈതാനത്ത് പ്രത്യേക പവലിയൻ ഒരുക്കിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്കായി പ്രദർശനം ഒരുക്കുന്നത്. സെമിനാറുകളും നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ പൊതുജനങ്ങൾക്ക് പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കും. എക്സിബിഷനായുള്ള പന്തൽ കാൽനാട്ട് കർമ്മം കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേറ്റ് ഡീൻ ഡോക്ടർ ഗോവിന്ദൻ, CPCRI പ്രിൻസിപ്പൽ ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ PR സുരേഷ്, എഞ്ചിനീയർ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പന്തൽ കാൽനാട്ട് കർമ്മത്തിന് മുന്നോടിയായി ഗണപതി ഹോമവും പൂജകളും നടന്നു. കാനത്തൂർ ക്ഷേത്രത്തിലെ ഗോവിന്ദൻ പൂജാരി, വാസുദേവ തുടങ്ങിയവർ നേതൃത്വമേകി. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കി പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള മണൽ മദ്യമാഫിയകളുടെ ശ്രമം തിരിച്ചറിയണമെന്ന് സമാധാന കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം. പോലീസ് ജാഗ്രത ശക്തമാക്കുന്നു. MG റോഡിലെ കോൺക്രീറ്റ് പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. പ്രവൃത്തി 1 മാസത്തിനകം പൂർത്തിയാക്കും. കോലാച്ചിയടുക്കം കന്നിക്കുണ്ട് റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ആവശ്യവുമായി പരിസരവാസികൾ. പഞ്ചായത്ത് ഭരണം നിഷ്ക്രിയമെന്ന് ആക്ഷേപം. CPM മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.